വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം കാത്ത് അവസാന മണിക്കൂറുകൾ. റഹീമിന്റെ കേസിലാണെങ്കിലും നിമിഷപ്രിയയുടെ കേസിലാണെങ്കിലും കോടതി കേസ് വിധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ നമുക്ക് ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ട്. കേവലം പണം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ഒരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. പകരം ധിയാദനമായി അഥവാ ബ്ലഡ് മണിയായി പണം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ടവരുടെ കുടുംബം തയ്യാറാവുന്നിടത്താണ് നമുക്ക് ഇടപെടാനുള്ള സാധ്യതകൾ വരുന്നത്. റഹീമിന്റെ കേസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം 18 വർഷത്തോളം കേസ് നടത്തിയ ശേഷമാണ് ആ കുടുംബം ധിയാദനം സ്വീകരിച്ച് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെയാണ് അവർ ആവശ്യപ്പെട്ട 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ നമ്മുടെ നാടൊരുമിച്ച് നിന്ന് ബ്ലഡ് മണിയായി കൊടുത്തത്. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഇതുവരെ ധിയാദനം സ്വീകരിക്കാനോ മാപ്പ് കൊടുക്കാനോ തയ്യാറായിട്ടില്ല. നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവരുടെ അമ്മ കേന്ദ്ര സർക്കാർ മുഖേന യമൻ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. 8 വർഷത്തോളമായി ആ അമ്മയും നിമിഷപ്രിയയുടെ മോചനത്തിനായി രൂപീകരിച്ച സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും നമ്മുടെ മന്ത്രാലയങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഒരു പൗരൻ വിദേശത്ത് പ്രതിസന്ധിയിലായാൽ ആ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരാണ് ഇടപെടേണ്ടത്. രാജ്യത്തിന്റെ എംബസികളും കോൺസുലേറ്റുകളും പ്രവർത്തിക്കുന്നത് പൗരന്മാർക്ക് വേണ്ടി ഇടപെടാനാണല്ലോ. പക്ഷെ കാര്യമായൊന്നും സംഭവിച്ചില്ല. അതിനിടെ ഇപ്പൊ കുറച്ച് ശുഭവാർത്തകൾ കേൾക്കുന്നു. മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി യമനിലെ ലോക പ്രശസ്ത പണ്ഡിതൻ ഹബീബ് ഉമർ തങ്ങളുമായി ആ കുടുംബത്തെ ബന്ധപ്പെട്ട് ധിയാദനം സ്വീകരിച്ച് മാപ്പ് കൊടുക്കാൻ വേണ്ടി ഇടപെട്ടിരിക്കുന്നു. സർക്കാർ ഇടപെടലുകൾ എവിടെയും എത്താത്ത നേരത്ത് വിജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ഈ ഇടപെടലിൽ നിമിഷപ്രിയക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒന്നുറപ്പ് പറയാം, ആ കുടുംബം മോചനദ്രവ്യം സ്വീകരിക്കാൻ തയ്യാറായാൽ ഒരിക്കൽ കൂടെ നമ്മൾ മലയാളികൾ ഇറങ്ങും ഇൻഷാ അല്ലാഹ്.